തിരുവനന്തപുരം കോർപ്പറേഷൻ കൈപ്പിടിയിൽ ഒതുക്കാൻ കനത്ത പോരിനൊരുങ്ങുകയാണ് മുന്നണികൾ. എല്ലാ സീറ്റിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ലെങ്കിലും വൻപിച്ച പ്രചാരണത്തിനാണ് തലസ്ഥാന നഗരം വേദിയാകുന്നത്. കൊല്ലത്തും പത്തനംതിട്ടയിലും ആധിപത്യം നേടാൻ മുന്നണികൾ തീവ്ര ശ്രമത്തിലാണ്. തലസ്ഥാന നഗരത്തിന്റെ ഭരണം പിടിക്കുക മൂന്ന് മുന്നണികൾക്കും ശ്രമകരം. രണ്ടും കൽപ്പിച്ച് ഭൂരിഭാഗം സീറ്റുകളിലും മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 101-ൽ 94 സ്ഥാനാർത്ഥികളെ UDF-ഉം 93 സ്ഥാനാർത്ഥികളെ LDF-ഉം പ്രഖ്യാപിച്ചു. 101 സീറ്റുകളാണ് നഗരസഭയിൽ ഉള്ളത്. 93 സ്ഥാനാർത്ഥികളെയാണ് ഇവിടെ ഇപ്പോ LDF പ്രഖ്യാപിക്കപ്പെടുന്നത്. മുൻ DGP R. ശ്രീലേഖ, കായിക താരം പത്മിനി തോമസ് തുടങ്ങിയ പ്രമുഖർ ഉൾപ്പെടെ 67 സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടമെന്ന നിലയിൽ BJP പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ 2 തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട ഭരണം ഈ തവണ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്ക്. തലസ്ഥാനത്ത് മൂന്നാമതായതിന്റെ നാണക്കേട് ഇത്തവണ മാറ്റുമെന്ന് ഉറപ്പിക്കുന്നു കോൺഗ്രസും UDF-ഉം. മുതിർന്ന നേതാവ് K. മുരളീധരനാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ഷൻ അഭിമുഖീകരിക്കുമ്പോൾ 2015-ലും 2020-ലും ഉണ്ടായ തിരിച്ചടികൾ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തവണ നേരത്തെ തന്നെ ഞങ്ങൾ തയ്യാറെടുപ്പുമായിട്ട് രംഗത്ത് വന്നത്. ഇടതുപക്ഷത്തിനോട് ആഭിമുഖ്യം പുലർത്തുന്ന സമീപനമാണ് എക്കാലവും കൊല്ലം ജില്ലയ്ക്ക്. 25 വർഷമായി തുടരുന്ന കോർപ്പറേഷൻ ഭരണം തുടരുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇടതുമുന്നണി. ഭരണം പിടിക്കാൻ UDF-ഉം BJP-യും ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. മൂന്ന് മുന്നണികൾക്കും സ്വാധീനമുള്ള ജില്ലയാണ് പത്തനംതിട്ട. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായിട്ടില്ലെങ്കിലും വാശിയോടെ പ്രചാരണത്തിന് തുടക്കമായി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.